എല്ലാ വിദ്യാർത്ഥികൾക്കും സെക്കൻഡ് ഇയർ മാത്തമാറ്റിക്സിന്റെ ഓൺലൈൻ ക്ലാസ്സിലേക്ക് സ്വാഗതം. ഇന്നത്തെ ക്ലാസ്സിലൂടെ നമ്മൾ ചർച്ച ചെയ്യുന്നത് കണ്ടിന്യൂറ്റി ആൻഡ് ഡിഫറൻഷ്യബിലിറ്റി എന്ന ചാപ്റ്ററിലെ സെക്കൻഡ് ഓർഡർ ഡെറിവേറ്റീവ്സിനെ കുറിച്ചാണ്. അപ്പൊ എന്താണ് സെക്കൻഡ് ഓർഡർ ഡെറിവേറ്റീവ്സ് എന്ന് നമുക്ക് ഡീറ്റെയിൽഡ് ആയിട്ട് ഒന്ന് ചെക്ക് ചെയ്യാം. അപ്പൊ അതിനു വേണ്ടി നമ്മൾ ഒരു ഫംഗ്ഷൻ എടുത്തു, y ഈക്വൽ ടു എഫ് ഓഫ് എക്സ് എന്നൊരു ഫംഗ്ഷൻ. എക്സിലുള്ള ഒരു ഫംഗ്ഷൻ ആണ് y ഈക്വൽ ടു എഫ് ഓഫ് എക്സ്. ഫോർ എക്സാമ്പിൾ y ഈക്വൽ ടു എക്സ് സ്ക്വയർ പ്ലസ് എക്സ് പ്ലസ് 1 അല്ലെങ്കിൽ y ഈക്വൽ ടു സൈൻ എക്സ്. ഇതൊക്കെ എക്സിലുള്ള ഫംഗ്ഷൻസ് ആണ്. ഈ ഫംഗ്ഷനെ അത് y ഈക്വൽ ടു എഫ് ഓഫ് എക്സ് എന്ന ഫംഗ്ഷൻ ഒന്ന് ഡിഫറൻഷിയേറ്റ് ചെയ്യാം. അപ്പൊ നമുക്ക് എന്താ കിട്ടുക? dy ബൈ ഡി എക്സ് ഈക്വൽ ടു എഫ് ഡാഷ് എക്സ് എന്ന് കിട്ടും അല്ലേ? അപ്പൊ y ഈക്വൽ ടു എഫ് ഓഫ് എക്സ് എന്ന ഫംഗ്ഷന്റെ ഡെറിവേറ്റീവ് dy ബൈ ഡി എക്സ്, അതും എക്സിലുള്ള ഫംഗ്ഷൻസ് ആവാം. ചില കേസിൽ എന്തും വരാം, കോൺസ്റ്റന്റും വരാം. ഓക്കെ, നമ്മൾ നേരത്തെ പറഞ്ഞു y ഈക്വൽ ടു എക്സ് സ്ക്വയർ പ്ലസ് എക്സ് പ്ലസ് 1 ആണെങ്കിൽ അതിന്റെ ഡെറിവേറ്റീവ് എന്താ വരിക? 2x പ്ലസ് 1 അഥവാ എക്സ് ഉള്ള ഫംഗ്ഷൻസ് ആണ് കിട്ടിയത്. ഇനി y ഈക്വൽ ടു നമ്മൾ എന്തെടുത്തു? 2x എന്ന് എടുത്തു. ഒരു ഫംഗ്ഷൻ എക്സ് ഉള്ള ഫംഗ്ഷൻസ് ആണ്, അതിന്റെ ഡെറിവേറ്റീവ് എന്താ വന്നത്? 2 ആണ് അഥവാ കോൺസ്റ്റന്റ് ആണ്. ഓക്കെ, നമ്മൾ പറഞ്ഞത് y ഈക്വൽ ടു എഫ് ഓഫ് എക്സ്, എക്സ് ഉള്ള ഒരു ഫംഗ്ഷൻസിനെ വിത്ത് റെസ്പെക്ട് ടു എക്സ് ആയിട്ട് ഡിഫറൻഷിയേറ്റ് ചെയ്താൽ എക്സ് ഉള്ള ഫംഗ്ഷൻസ് ആവാം അല്ലെങ്കിൽ കോൺസ്റ്റന്റ് ആവാം. ഈ dy ബൈ dx ഈക്വൽ ടു dy ബൈ dx അഥവാ y ഈക്വൽ ടു എഫ് ഓഫ് എക്സ് എന്ന ഫംഗ്ഷനെ ഒരൊറ്റ പ്രാവശ്യം വിത്ത് റെസ്പെക്ട് ടു എക്സ് ആയിട്ട് ഡിഫറൻഷിയേറ്റ് ചെയ്യാം അഥവാ dy ബൈ dx. ഇതിനെയാണ് നമ്മൾ എന്ത് പറയുന്നത് മാഷേ? ഫസ്റ്റ് ഓർഡർ ഡെറിവേറ്റീവ്. ഫസ്റ്റ് ഓർഡർ ഡെറിവേറ്റീവ്. ഫസ്റ്റ് ഓർഡർ ഡെറിവേറ്റീവ് എന്ന് പറഞ്ഞാൽ തന്നിട്ടുള്ള ഫംഗ്ഷനെ ഒരൊറ്റ പ്രാവശ്യം വിത്ത് റെസ്പെക്ട് ടു എക്സ് ആയിട്ട് ഡിഫറൻഷിയേറ്റ് ചെയ്യുന്നതിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്? ഫസ്റ്റ് ഓർഡർ ഡെറിവേറ്റീവ്. ഫസ്റ്റ് ഓർഡർ ഡെറിവേറ്റീവ്സിനെ നമുക്ക് എങ്ങനെയൊക്കെ ഡിനോട്ട് ചെയ്യാം? നമ്മൾ ഫസ്റ്റ് ഇയറിൽ പഠിച്ചിട്ടുണ്ട്. dy ബൈ dx കൊണ്ട് ഡിനോട്ട് ചെയ്യാം, f ഡാഷ് എക്സ് കൊണ്ട് ഡിനോട്ട് ചെയ്യാം, y1 കൊണ്ട് ഡിനോട്ട് ചെയ്യാം, y ഡാഷ് കൊണ്ട് ഡിനോട്ട് ചെയ്യാം. ഇതെല്ലാം ഫസ്റ്റ് ഓർഡർ ഡെറിവേറ്റീവിനെ ഡിനോട്ട് ചെയ്യാൻ നമ്മൾ സാധാരണ ഉപയോഗിക്കുന്ന നൊട്ടേഷൻസ് ആണ്. ഫസ്റ്റ് ഓർഡർ ഡെറിവേറ്റീവ്സ് എന്ന് പറഞ്ഞാൽ ഒരു ഫംഗ്ഷൻ തന്നിട്ടുള്ള ഫംഗ്ഷൻ, ആ ഫംഗ്ഷൻ ഒറ്റ പ്രാവശ്യം ഡിഫറൻഷിയേറ്റ് ചെയ്യുക. അത് ഏത് വെച്ച്? വിത്ത് റെസ്പെക്ട് ടു എക്സ് ഏറ്റവും. അതിനെയാണ് ഫസ്റ്റ് ഓർഡർ ഡെറിവേറ്റീവ് എന്ന് പറയുന്നത്. ഓക്കെ, ഇനി നമ്മൾ പറഞ്ഞു നമ്മൾ ഒരു y ഈക്വൽ ടു എഫ് ഓഫ് എക്സിനെ ഒരു പ്രാവശ്യം ഡിഫറൻഷിയേറ്റ് ചെയ്യുമ്പോൾ നമുക്ക് എന്ത് കിട്ടി? dy ബൈ dx കിട്ടും. ഈ dy ബൈ dx നമ്മൾ പറഞ്ഞു ഒന്നെങ്കിൽ എക്സിലുള്ള ഫംഗ്ഷൻസ് ആവാം അല്ലെങ്കിൽ കോൺസ്റ്റന്റ് ആവാം. ഇനി മക്കളെ, നമ്മൾ ചെയ്തപ്പോ കിട്ടിയ ഫസ്റ്റ് ഓർഡർ ഡെറിവേറ്റീവ്സ് എക്സിലുള്ള ഫംഗ്ഷൻസ് ആണ് നിങ്ങൾ സങ്കല്പിച്ചോളൂ. അല്ലെങ്കിൽ y ഈക്വൽ ടു നമ്മൾ സൈൻ എക്സ് എടുത്തു, ഇതിന്റെ ഡെറിവേറ്റീവ് dy ബൈ dx ഈക്വൽ ടു കോസ് എക്സ് ആണ് നമുക്ക് കിട്ടുക. സൈൻ എക്സ് എക്സിലുള്ള ഫംഗ്ഷൻസ് ആണ്, അതിന്റെ ഫസ്റ്റ് ഓർഡർ ഡെറിവേറ്റീവ്സ് നമുക്ക് കിട്ടിയത് എക്സിലുള്ള ഫംഗ്ഷൻസ് ആണ്. അപ്പൊ dy ബൈ dx എക്സിലുള്ള ഫംഗ്ഷൻസ് ആണെങ്കിൽ അതിനെ ഒരു പ്രാവശ്യം കൂടി നമുക്ക് വിത്ത് റെസ്പെക്ട് ടു എക്സ് ആയിട്ട് ഡിഫറൻഷിയേറ്റ് ചെയ്യാം. ദാറ്റ് ഈസ് d by dx of dy by dx. മക്കൾ എങ്ങനെയാണ്? dy by dx ഫസ്റ്റ് ഓർഡർ ഡെറിവേറ്റീവ് അത് എക്സിലുള്ള ഫംഗ്ഷൻസ് ആണെങ്കിൽ, എക്സിലുള്ള ഫംഗ്ഷൻ ആണെങ്കിൽ അതിന് ഒരു പ്രാവശ്യം കൂടി വിത്ത് റെസ്പെക്ട് ടു എക്സ് ആയിട്ട് ഡിഫറൻഷിയേറ്റ് ചെയ്യാം. ദാറ്റ് ഈസ് d by dx of dy by dx. ഇതിന് നമുക്ക് എന്ത് ചെയ്താൽ പറ്റും? d by dx of dy by dx എന്ന് പറഞ്ഞാൽ മക്കളെ നോക്കി, d into d ദാറ്റ് ഈസ് d സ്ക്വയർ ആയിട്ട് മാറും അല്ലെ? d സ്ക്വയർ y, d into dy എന്ന് പറഞ്ഞാൽ d സ്ക്വയർ y, താഴെ dx into dx എന്ന് പറഞ്ഞാൽ dx സ്ക്വയർ, d സ്ക്വയർ y by dx സ്ക്വയർ എന്ന് പറയും. ഇതിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്? സെക്കൻഡ് ഓർഡർ ഡെറിവേറ്റീവ്. എന്താണ് സെക്കൻഡ് ഓർഡർ ഡെറിവേറ്റീവ്? അപ്പൊ സെക്കൻഡ് ഓർഡർ ഡെറിവേറ്റീവ് എന്ന് പറഞ്ഞാൽ y ഈക്വൽ ടു എഫ് ഓഫ് എക്സ് അഥവാ ഫംഗ്ഷന് രണ്ട് പ്രാവശ്യം നോക്കി, നിങ്ങൾ രണ്ട് പ്രാവശ്യം വിത്ത് റെസ്പെക്ട് ടു എക്സ് ആയിട്ട് ഡിഫറൻഷിയേറ്റ് ചെയ്യുന്നതിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്? സെക്കൻഡ് ഓർഡർ ഡെറിവേറ്റീവ്. സിമ്പിൾ അല്ലേ? ഫംഗ്ഷനെ ഒരു പ്രാവശ്യം ഡിഫറൻഷിയേറ്റ് ചെയ്താൽ നമുക്ക് dy ബൈ dx കിട്ടും. അതാണ് ഫസ്റ്റ് ഓർഡർ ഡെറിവേറ്റീവ്സ്. ആ ഫസ്റ്റ് ഓർഡർ ഡെറിവേറ്റീവ്സ് നമ്മൾ ഒന്നും കൂടി ഡിഫറൻഷിയേറ്റ് ചെയ്താൽ നമുക്ക് d സ്ക്വയർ y ബൈ dx സ്ക്വയർ, അതാണ് സെക്കൻഡ് ഓർഡർ ഡെറിവേറ്റീവ്സ്. ഓക്കെ, ഇനി നമുക്ക് ഡിഫറൻഷിയേറ്റ് ചെയ്യുകയാണെങ്കിൽ തേർഡ് ഓർഡർ ഡെറിവേറ്റീവ്സ് കിട്ടും. ദാറ്റ് ഈസ് d ക്യൂബ് y ബൈ dx ക്യൂബ്. എങ്ങനെയാണ്? d ക്യൂബ് y ബൈ dx ക്യൂബ്. ഒരു പ്രാവശ്യം ഡിഫറൻഷിയേറ്റ് ചെയ്താൽ നമുക്ക് ഫോർത്ത് ഓർഡർ ഡെറിവേറ്റീവ്സ് കിട്ടും. അതെങ്ങനെയാ ഡിനോട്ട് ചെയ്യാ? d4 y by dx raised to 4. Anyway,
ഫസ്റ്റ് ഓർഡർ ഡെറിവേറ്റീവ്സിനെ നമുക്ക് ഈ 4 മെത്തേഡിൽ നമുക്ക് ഡിനോട്ട് ചെയ്യാം അല്ലെ. അതേപോലെ തന്നെ സെക്കൻഡ് ഓർഡർ ഡെറിവേറ്റീവ്സ് നമുക്ക് എങ്ങനെയൊക്കെ ഡിനോട്ട് ചെയ്യാം? ഒന്ന് നമ്മൾ പറഞ്ഞു ഡി സ്ക്വയർ വൈ ബൈ ഡി എക്സ് സ്ക്വയർ സെക്കൻഡ് ഓർഡർ ഡെറിവേറ്റീവ്സിന് എന്ന് പറഞ്ഞാൽ ഡി വൈ ബൈ ഡി എക്സിന് കറസ്പോണ്ടിങ് ആയിട്ട് ഇങ്ങനെ ഡിനോട്ട് ചെയ്യാം. ഇനി എഫ് ഡാഷ് എക്സ് എന്ന് പറഞ്ഞാൽ എന്താണ്? ഫസ്റ്റ് ഓർഡർ ഡെറിവേറ്റീവ്സ് ആണ്. അപ്പൊ അതിന് കറസ്പോണ്ടിങ് ആയിട്ട് സെക്കൻഡ് ഓർഡർ ഡെറിവേറ്റീവ്സ് നമുക്ക് എഫ് ഡബിൾ ഡാഷ് എക്സ് കൊണ്ട് ഡിനോട്ട് ചെയ്യാം. ഓക്കെ. ഇനി y1 എന്ന് പറഞ്ഞാൽ ഫസ്റ്റ് ഓർഡർ ഡെറിവേറ്റീവ്സ്, അതിന് കറസ്പോണ്ടിങ് ആയിട്ട് സെക്കൻഡ് ഓർഡർ ഡെറിവേറ്റീവ്സ് നമുക്ക് y2 കൊണ്ട് ഡിനോട്ട് ചെയ്യാം. y ഡാഷ് എന്ന് പറഞ്ഞാൽ ഫസ്റ്റ് ഓർഡർ ഡെറിവേറ്റീവ്സ്, അതിന് കറസ്പോണ്ടിങ് ആയിട്ട് സെക്കൻഡ് ഓർഡർ ഡെറിവേറ്റീവ്സ് എന്ന് പറഞ്ഞാൽ y ഡബിൾ ഡാഷ്. അപ്പൊ നോക്കി, ഡി സ്ക്വയർ വൈ ബൈ ഡി എക്സ് സ്ക്വയർ എന്ന് പറഞ്ഞാലും എഫ് ഡബിൾ ഡാഷ് ഓഫ് എക്സ് എന്ന് പറഞ്ഞാലും y2 എന്ന് പറഞ്ഞാലും y ഡബിൾ ഡാഷ് എന്ന് പറഞ്ഞാലും ഇതൊക്കെ സെക്കൻഡ് ഓർഡർ ഡെറിവേറ്റീവ്സിനെ ഡിനോട്ട് ചെയ്യാൻ നമ്മൾ ഉപയോഗിക്കുന്ന നൊട്ടേഷൻസ് ആണ്. അപ്പോൾ ശ്രദ്ധിക്കുക, ഇപ്പൊ നമ്മൾ പറഞ്ഞതിന്റെ ആകെത്തുക ഒരു ഫംഗ്ഷന് തന്നിട്ടുള്ള ഒരു ഫംഗ്ഷന് വിത്ത് റെസ്പെക്ട് ടു എക്സ് കൊണ്ട് ഒരു പ്രാവശ്യം ഡിഫറൻഷിയേറ്റ് ചെയ്താൽ നമുക്ക് ഡി വൈ ബൈ ഡി എക്സ് കിട്ടും. അതിനെയാണ് നമ്മൾ ഫസ്റ്റ് ഓർഡർ ഡെറിവേറ്റീവ്സ് എന്ന് പറയാ. ആ ഫസ്റ്റ് ഓർഡർ ഡെറിവേറ്റീവ്സ് എക്സിലുള്ള ഫംഗ്ഷൻ ആണ് നമുക്ക് കിട്ടിയതെങ്കിൽ അതിന് വീണ്ടും ഒരു പ്രാവശ്യം കൂടി എക്സ് കൊണ്ട് ഡിഫറൻഷിയേറ്റ് ചെയ്യാം. അപ്പൊ നമുക്ക് ഡി സ്ക്വയർ വൈ ബൈ ഡി എക്സ് സ്ക്വയർ കിട്ടും. ദാറ്റ് ഈസ് എ സെക്കൻഡ് ഓർഡർ ഡെറിവേറ്റീവ്സ്. ആ പ്രോസസ് ആണ് സെക്കൻഡ് ഓർഡർ ഡെറിവേറ്റീവ്സ്. ഇത് നമുക്ക് കുറച്ച് എക്സാമ്പിൾ നോക്കാം. ശരിയാണല്ലോ, സിമ്പിൾ ആണ് അല്ലെ മക്കളെ? ഓക്കെ. ഒരു ഇമ്പോർട്ടന്റ് പോർഷൻ ആണ് നമ്മുടെ ചാപ്റ്ററിന്റെ ലാസ്റ്റത്തെ ഈ എന്ന് പറഞ്ഞ ഡിഫറൻസിയേഷൻ എന്ന ഭാഗത്ത് ലാസ്റ്റ് നമുക്ക് കാണേണ്ട ഫംഗ്ഷൻസിന്റെ ഡെറിവേറ്റീവ്സ് ആണ് സെക്കൻഡ് ഓർഡർ ഡെറിവേറ്റീവ്സ്. ഓക്കെ, ക്വസ്റ്റ്യൻ നോക്കിക്കോളൂ. ഒരു എക്സാമ്പിൾ, നമ്മൾ y ഈക്വൽ ടു എക്സ് ക്യൂബ് പ്ലസ് 3x പ്ലസ് 2 എന്നെടുത്തു. ഒരു ഫംഗ്ഷൻ, ഇതിന് നമ്മൾ ഒരു പ്രാവശ്യം എക്സ് കൊണ്ട് ഡെറിവേറ്റീവ് ചെയ്യുന്നു. ദാറ്റ് ഈസ് dy ബൈ dx. y എന്ന ഫംഗ്ഷനെ ഒറ്റ പ്രാവശ്യം എക്സ് കൊണ്ട് ഡിഫറൻഷിയേറ്റ് ചെയ്യാം. ഇതാണ് ഫസ്റ്റ് ഓർഡർ ഡെറിവേറ്റീവ്സ്. നമുക്ക് ഡയറക്റ്റ് പറയാൻ പറ്റും. എന്താ എക്സ് ക്യൂബ് പ്ലസ് 3x പ്ലസ് 2 ഡെറിവേറ്റീവ്? എക്സ് ക്യൂബിന്റെ ഡെറിവേറ്റീവ് 3x സ്ക്വയർ പ്ലസ് 3x ഡെറിവേറ്റീവ് 3 അല്ല. 3x ഡെറിവേറ്റീവ് 3 നെ പുറത്താക്കി x ഡെറിവേറ്റീവ് 1. ദാറ്റ് ഈസ് 3 into 1 എന്ന് പറഞ്ഞാൽ 3. അടുത്ത ടേം 2 ആണ്. 2 കോൺസ്റ്റന്റ് ഡെറിവേറ്റീവ് 0. ദാറ്റ് ഈസ് x ക്യൂബ് പ്ലസ് 3x പ്ലസ് 2 ന്റെ ഡെറിവേറ്റീവ് 3x സ്ക്വയർ പ്ലസ് 3. അപ്പോൾ നമുക്ക് ഫസ്റ്റ് ഓർഡർ ഡെറിവേറ്റീവ്സ് നമുക്ക് കിട്ടിയത് 3x സ്ക്വയർ പ്ലസ് 3 ആണ്. x ഉള്ള ഫംഗ്ഷൻസ് അല്ലേ കിട്ടിയത്. അപ്പോൾ നമുക്ക് ഇതിനെ ഒരു പ്രാവശ്യം കൂടി ഡിഫറൻഷിയേറ്റ് ചെയ്യാം. dy ബൈ dx നെ ഒരു പ്രാവശ്യം കൂടി ഡിഫറൻഷിയേറ്റ് ചെയ്യുമ്പോൾ നമുക്ക് എന്താ കിട്ടുക? d സ്ക്വയർ y ബൈ dx സ്ക്വയർ അഥവാ സെക്കൻഡ് ഓർഡർ ഡെറിവേറ്റീവ്സ്. ഓക്കെ. ഇനി 3x സ്ക്വയർ പ്ലസ് 3 ന്റെ ഡെറിവേറ്റീവ് 3 കോൺസ്റ്റന്റ് പുറത്താക്കി x സ്ക്വയർ ഡെറിവേറ്റീവ് 2x. അടുത്തത് 3 ആണ്. 3 ന്റെ ഡെറിവേറ്റീവ് എന്താണ്? 0. ദാറ്റ് ഈസ് 3x സ്ക്വയർ പ്ലസ് 3 ന്റെ ഡെറിവേറ്റീവ് 6x. അഥവാ x ക്യൂബ് പ്ലസ് 3x പ്ലസ് 2 എന്ന ഫംഗ്ഷന്റെ സെക്കൻഡ് ഓർഡർ ഡെറിവേറ്റീവ് ആണ് 6x. ക്ലിയർ ആണല്ലോ? സെക്കൻഡ് ഓർഡർ ഡെറിവേറ്റീവ്സ് എന്ന് പറഞ്ഞാൽ ഇതിന് രണ്ട് പ്രാവശ്യം തന്നിട്ടുള്ള ഫംഗ്ഷൻ ഏതാണോ അതിനെ രണ്ട് പ്രാവശ്യം ഡിഫറൻഷിയേറ്റ് ചെയ്യുക. അപ്പൊ കിട്ടുന്നതാണ് സെക്കൻഡ് ഓർഡർ ഡെറിവേറ്റീവ്സ്. ഓക്കെ. ഇനി അടുത്ത് നോക്കാം ഒരു ഫംഗ്ഷൻ y ഈക്വൽ ടു tan ഇൻവേഴ്സ് x. y ഈക്വൽ ടു tan ഇൻവേഴ്സ് x. ഈ ഫംഗ്ഷന്റെ സെക്കൻഡ് ഓർഡർ ഡെറിവേറ്റീവ്സ് കാണാം. അപ്പൊ നമ്മൾ ആദ്യം ഫംഗ്ഷൻ ഡെറിവേറ്റീവ് ചെയ്യാം. ദാറ്റ് ഈസ് y1 എന്ന് കൊടുത്തു. y എന്ന ഫംഗ്ഷനെ ഒരു പ്രാവശ്യം ഡിഫറൻഷിയേറ്റ് ചെയ്യുമ്പോൾ നമുക്ക് dy ബൈ dx കിട്ടും. ആ dy ബൈ dx നെ നമുക്ക് എങ്ങനെ നൊട്ടേറ്റ് 4 വിധത്തിൽ നമുക്ക് അതിനെ ഡിനോട്ട് ചെയ്യാം. അതിലൊരു മെത്തേഡാണ് y1. That is y1 equal to tan inverse x ന്റെ ഡെറിവേറ്റീവ് 1 by 1 plus s square. അപ്പോൾ tan inverse x ന്റെ ഫസ്റ്റ് ഓർഡർ ഡെറിവേറ്റീവ് ആണ് 1 by 1 plus s square. സ്റ്റാൻഡേർഡ് റിസൾട്ട് കൂടിയാണ്. ഇനി നമുക്ക് 1 by 1 plus s square ആണ് ഫസ്റ്റ് ഓർഡർ ഡെറിവേറ്റീവ്സ് കിട്ടിയിട്ടുണ്ട്. അത് x നുള്ള ഫംഗ്ഷൻസ് ആണ്. അപ്പോൾ ഇതിനെ വീണ്ടും നമുക്ക് എന്ത് ചെയ്യാം? ഡിഫറൻഷിയേറ്റ് ചെയ്യാം. വീണ്ടും ഡിഫറൻഷിയേറ്റ് ചെയ്യുമ്പോൾ y1 എന്ന ഫംഗ്ഷനെ ഒരു പ്രാവശ്യം കൂടി ഡിഫറൻഷിയേറ്റ് ചെയ്യുമ്പോൾ നമുക്ക് എന്താ കിട്ടുക? y2 അഥവാ സെക്കൻഡ് ഓർഡർ ഡെറിവേറ്റീവ്സ്. ഓക്കെ. y1 ഫസ്റ്റ് ഓർഡർ ഡെറിവേറ്റീവ്സ് ആണ്. y2 എന്ന് പറഞ്ഞാൽ സെക്കൻഡ് ഓർഡർ ഡെറിവേറ്റീവ്സ്. 1 by 1 plus s square നമുക്ക് എങ്ങനെ ഡിഫറൻഷിയേറ്റ് ചെയ്യാം? കോഷ്യന്റ് റൂൾ വെച്ച് ചെയ്യേണ്ടി വരും. ദാറ്റ് ഈസ് കോഷ്യന്റ് റൂൾ പറയുന്നത് ഡിനോമിനേറ്റർ 1 plus s square ഡിനോമിനേറ്റർ. അപ്പൊ കോഷ്യന്റ് റൂൾ പറയുന്നത് താഴത്തെ ഫംഗ്ഷൻ ദാറ്റ് ഈസ് 1 plus s square into d by dx ഓഫ് മുകളിലത്തെ ഫംഗ്ഷൻ. മുകളിലെ ഫംഗ്ഷൻ ആരാ? 1. 1 ന്റെ ഡെറിവേറ്റീവ് എന്താ? 0 അല്ലേ? മൈനസ് മുകളിലത്തെ ഫംഗ്ഷൻ ഇൻറ്റു d by dx ഓഫ് താഴത്തെ ഫംഗ്ഷൻ. താഴത്തെ ഫംഗ്ഷൻ പറഞ്ഞ 1 plus s square ആണ്. 1 plus s square ഡെറിവേറ്റീവ് 1 ന്റെ ഡെറിവേറ്റീവ് 0 പ്ലസ് s square ഡെറിവേറ്റീവ് 2x. അപ്പൊ ദാറ്റ് ഈസ് 2x എന്ന് വരും.
ബൈ താഴത്തെ ഫംഗ്ഷന്റെ സ്ക്വയർ ദാറ്റ് ഈസ് 1 പ്ലസ് എക്സ് സ്ക്വയർ ദി ഹോൾ സ്ക്വയർ. അപ്പൊ 1 പ്ലസ് എക്സ് സ്ക്വയർ ഇൻറ്റു 0 എന്ന് പറഞ്ഞാൽ ഈ ടേംസ് ഒന്നിച്ച് ക്യാൻസൽ ചെയ്ത് പോകും. ഇവിടെ ബാക്കി വരുന്നത് മൈനസ് 2x ബൈ 1 പ്ലസ് എക്സ് സ്ക്വയർ ദി ഹോൾ സ്ക്വയർ. ഇതാണ് ടാൻ ഇൻവേഴ്സ് എക്സ് എന്ന ഫംഗ്ഷന്റെ സെക്കൻഡ് ഓർഡർ ഡെറിവേറ്റീവ്സ്. ക്ലിയർ ആണല്ലോ? ഓക്കെ. ഇനി അടുത്ത ക്വസ്റ്റ്യൻ. y equal to e raised to 6x into cos 3x. ഓക്കെ, ശ്രദ്ധിച്ചിരിക്കുക. ഇതിന്റെ സെക്കൻഡ് ഓർഡർ ഡെറിവേറ്റീവ്സ് കാണാം. അപ്പൊ ഇതിന്റെ ഫസ്റ്റ് ഓർഡർ ഡെറിവേറ്റീവ് അഥവാ dy by dx രണ്ട് സൈഡും വിത്ത് റെസ്പെക്ട് ടു x ആയിട്ട് ഡിഫറൻഷിയേറ്റ് ചെയ്യുക. y നെ വിത്ത് റെസ്പെക്ട് ടു x കൊണ്ട് ഡിഫറൻഷിയേറ്റ് ചെയ്യുമ്പോൾ നമുക്ക് dy by dx അത് നമുക്ക് ഇങ്ങനെ ഡിനോട്ട് ചെയ്ത 4 മെത്തേഡ് ഉണ്ട്. അതിലൊരു ഫസ്റ്റ് ഓർഡറിനെ ഡിനോട്ട് ചെയ്യുന്ന ഒരു മെത്തേഡാണ് f dash x അഥവാ f dash. f dash ഈക്വൽ ടു e raised to 6x cos 3x നെ ഡിഫറൻഷിയേറ്റ് ചെയ്യണമെങ്കിൽ പ്രോഡക്റ്റ് റൂൾ വെച്ച് ചെയ്യേണ്ടി വരും. കാരണം രണ്ട് ഫംഗ്ഷന്റെ പ്രോഡക്റ്റ് ആണ്. പ്രോഡക്റ്റ് റൂൾ വെച്ച് ചെയ്യുമ്പോൾ ഫസ്റ്റ് ഫംഗ്ഷൻ ദാറ്റ് ഈസ് e raised to 6x into ഡെറിവേറ്റീവ് ഓഫ് സെക്കൻഡ് അഥവാ cos 3x. cos x ന്റെ ഡെറിവേറ്റീവ് എന്താ? മൈനസ് സൈൻ എക്സ് ആണ്. അപ്പൊ cos 3x ന്റെ മൈനസ് സൈൻ 3x ഇൻറ്റു ഇവിടെ നിർത്താൻ പറ്റൂല. എക്സിന്റെ സ്ഥാനത്ത് 3x ആണ്. ആ 3x ന് ഒരു പ്രാവശ്യം x കൊണ്ട് ഡിഫറൻഷിയേറ്റ് ചെയ്യേണ്ടി വരും. 3x ന്റെ ഡെറിവേറ്റീവ് എന്ന് പറഞ്ഞാൽ 3. അപ്പൊ e raised to 6x ഇൻറ്റു മൈനസ് സൈൻ 3x ഇൻറ്റു 3. ഇപ്പൊ എന്തായിട്ടുള്ളൂ? ഫസ്റ്റ് ഇൻറ്റു ഡെറിവേറ്റീവ് ഓഫ് സെക്കൻഡ് ആയിട്ടുള്ളൂ. ഇനി സെക്കൻഡ് ഫംഗ്ഷൻ ദാറ്റ് ഈസ് cos 3x ഇൻറ്റു e raised to 6x ന്റെ ഡെറിവേറ്റീവ്. ഫസ്റ്റ് ഫംഗ്ഷന്റെ ഡെറിവേറ്റീവ് e raised to x ആണെങ്കിൽ e raised to x ന്റെ ഡെറിവേറ്റീവ്. e raised to 6x ആണെങ്കിൽ e raised to 6x into 6x ന്റെ ഡെറിവേറ്റീവ് ആയ 6 കൂടി വരും. ഓക്കെ, ദാറ്റ് ഈസ് ഫസ്റ്റ് ഫംഗ്ഷൻ ഫസ്റ്റ് ഓർഡർ ഡെറിവേറ്റീവ് എന്ന് പറഞ്ഞാൽ ഇവിടെ എന്താ വരിക? മൈനസ് വരും അല്ലെ? മൈനസ് 3 e raised to 6x sin 3x പ്ലസ് 6 e raised to 6x cos 3x എന്ന് വരും. ഓക്കെ, ഇനി നമുക്ക് എന്ത് ചെയ്യണം? ഇതിനെ ഒരു പ്രാവശ്യം കൂടി ഡിഫറൻഷിയേറ്റ് ചെയ്യുക. ഇതൊക്കെ x ഉള്ള ഫംഗ്ഷൻസ് ആണ്. അപ്പൊ ഇനിയും ഡിഫറൻഷിയേറ്റ് ചെയ്യുക. ഇനി ഡിഫറൻഷിയേറ്റ് ചെയ്യുമ്പോൾ നമുക്ക് എന്ത് വരും? f ഡബിൾ ഡാഷ് കിട്ടും അഥവാ തന്നിട്ടുള്ള ഫംഗ്ഷന്റെ സെക്കൻഡ് ഓർഡർ ഡെറിവേറ്റീവ്സ്. അപ്പൊ ഇവിടെ ചെയ്യുന്നതിന് മുന്നേ എന്ന് പറഞ്ഞാൽ ഏറ്റവും എളുപ്പം എന്ന് പറഞ്ഞാൽ നമുക്ക് ഇതിനെ ഒന്നും കൂടി സിംപ്ലിഫൈ ചെയ്യാം. സിംപ്ലിഫൈ ചെയ്യുന്ന പറഞ്ഞ എന്താ? ഒന്നെങ്കിൽ ഇവിടെ ഇതിനെ ചെയ്യുക, ഇതിനെ ചെയ്യുമ്പോൾ ഇവിടെ പ്രോഡക്റ്റ് റൂൾ വരും, ഇവിടെയും പ്രോഡക്റ്റ് റൂൾ വരും. ഒന്നുകിൽ അങ്ങനെ ചെയ്യാം, അല്ലെങ്കിൽ നമ്മൾ ഈ രണ്ട് ടേം ഒന്നും കൂടിയും കോമൺ ആയിട്ട് e raised to 6 അങ്ങോട്ട് പുറത്താക്കണം. e raised to 6x പുറത്താക്കിയാൽ ബാക്കി എന്താ വരിക? മൈനസ് 3 സൈൻ 3x പ്ലസ് 6 cos 3x എന്ന് വരും. ഓക്കെ, ഇനി പ്രോഡക്റ്റ് റൂൾ വെച്ച് ചെയ്യണേ. അന്ന് പറഞ്ഞാൽ രണ്ട് സൈഡ് വിത്ത് റെസ്പെക്ട് ടു x ആയിട്ട് ഡിഫറൻഷിയേറ്റ് ചെയ്യുന്നു. f ഡാഷിനെ ഒരു പ്രാവശ്യം കൂടി ഡിഫറൻഷിയേറ്റ് ചെയ്യുമ്പോൾ നമുക്ക് f ഡബിൾ ഡാഷ് അഥവാ സെക്കൻഡ് ഓർഡർ ഡെറിവേറ്റീവ്സ് ഇത് എന്തിന് ഈക്വൽ ആണ്? d square y by dx square എന്ന് പറഞ്ഞ ഈ ഫംഗ്ഷന്റെ സെക്കൻഡ് ഓർഡർ ഡെറിവേറ്റീവ്സ്. ഓക്കെ, ഇനി e raised to 6x ഇൻറ്റു ഈ ബ്രാക്കറ്റിന്റെ ഉള്ളിലുള്ള ഫംഗ്ഷനെ ഡിഫറൻഷിയേറ്റ് ചെയ്യണം. ഇത് ഡിഫറൻഷിയേറ്റ് ചെയ്യുന്നത് നമ്മൾ പ്രോഡക്റ്റ് റൂൾ വെച്ചിട്ടാണ്. ഇത് ഫസ്റ്റ് ഫംഗ്ഷൻ ആക്കി എടുക്കുന്നു, ഇത് ഒന്നിച്ച് സെക്കൻഡ് ഫംഗ്ഷൻ ആക്കി എടുക്കാം. ശ്രദ്ധിച്ചിരിക്കണേ, ഫസ്റ്റ് ഫംഗ്ഷൻ ഇൻറ്റു പ്രോഡക്റ്റ് റൂൾ വെച്ചിട്ടാണ് നമ്മൾ ചെയ്യുന്നത്. പ്രോഡക്റ്റ് റൂൾ പറയുന്നത് ഫസ്റ്റ് ഫംഗ്ഷൻ ഇൻറ്റു ദാറ്റ് ഈസ് e raised to 6x ഇൻറ്റു ഫസ്റ്റ് ഇൻറ്റു ഡെറിവേറ്റീവ് ഓഫ് സെക്കൻഡ്. ഡെറിവേറ്റീവ് ഓഫ് സെക്കൻഡ് എന്ന് പറഞ്ഞാൽ ഈ ബ്രാക്കറ്റിന്റെ ഉള്ളിലുള്ള ഫംഗ്ഷന്റെ ഡെറിവേറ്റീവ്. ഫസ്റ്റ് മൈനസ് 3 സൈൻ 3x ന്റെ ഡെറിവേറ്റീവ്സ് കാണാൻ മൈനസ് 3 നെ പുറത്താക്കി സൈൻ 3x ന്റെ ഡെറിവേറ്റീവ് cos 3x ഇൻറ്റു 3 കൂടി വരും അല്ലെ? അപ്പൊ മൈനസ് 3 സൈൻ 3x ന്റെ ഡെറിവേറ്റീവ് മൈനസ് 3 cos 3x ഇൻറ്റു 3 എന്ന് വരും. പ്ലസ് 6 cos 3x ന്റെ ഡെറിവേറ്റീവ് കാണാൻ 6 നെ പുറത്താക്കി cos 3x ന്റെ ഡെറിവേറ്റീവ് എന്ന് പറഞ്ഞാൽ മൈനസ് സൈൻ 3x ഇൻറ്റു ഒരു 3 കൂടി വരൂലേ? യെസ്. അപ്പൊ നമ്മൾ എത്ര ചെയ്തിട്ടുള്ളൂ? e raised to x ന്റെ ഡെറിവേറ്റീവ് അല്ലേ? ഫസ്റ്റ് ഫംഗ്ഷൻ ഇൻറ്റു ഡെറിവേറ്റീവ് ഓഫ് സെക്കൻഡ് പ്ലസ് നിർത്തിയിട്ടില്ല സെക്കൻഡ് ഫംഗ്ഷൻ എന്ന് പറഞ്ഞാൽ മൈനസ് 3 സൈൻ 3x പ്ലസ് 6 cos 3x അല്ലെ ഇൻറ്റു ഡെറിവേറ്റീവ് ഓഫ് ഫസ്റ്റ് e raised to 6x ന്റെ ഡെറിവേറ്റീവ് e raised to 6x into 6 ഇതെല്ലാം വരിക. ഇനി നമ്മൾ എന്ത് ചെയ്യുക? ബ്രാക്കറ്റ് ഓപ്പൺ ചെയ്യുക. ബ്രാക്കറ്റ് ഓപ്പൺ ചെയ്യുന്ന പറഞ്ഞാൽ ഫസ്റ്റ് ഈ ടേമിനെ e raised to ഇവിടെ ഉള്ള ടേംസിനൊക്കെ e raised to 6x കൊണ്ടോ ഇവിടെ ഈ ടേം കൊണ്ടൊക്കെ മൾട്ടിപ്ലൈ ചെയ്ത് ബ്രാക്കറ്റ് ഓപ്പൺ ചെയ്യുക. ദാറ്റ് ഈസ് f ഡബിൾ ഡാഷ് ഈക്വൽ ടു ഇവിടെ നോക്കുക മൈനസ് 3 ഇൻറ്റു 3 എന്ന് പറഞ്ഞാൽ മൈനസ് 9. അതിന് നമുക്ക് ഫസ്റ്റ് ടേം 3
-3 cos 3x into e raised to 6x വരും. That is 3 -3 എന്ന് പറഞ്ഞാൽ -9 അല്ലെ, -9 e raised to 6x cos 3x ഫസ്റ്റ് ടേം. അടുത്തതും ഈ ടേം എന്താണ്, മൈനസ് ആണ്, മൈനസ് കൊടുത്തു. ഇവിടെ 6 into 3 ഉണ്ട്, 18 ആയിട്ട് മാറും. That is 18 e raised to 6x sin 3x. അപ്പൊ ഈ ബ്രാക്കറ്റ് ഓപ്പൺ ചെയ്യും. ഇനി ഇവിടെ ഈ ബ്രാക്കറ്റിന്റെ ഉള്ളിലുള്ള ഈ രണ്ട് ടേംസിനെ നമുക്ക് 6 e raised to 6x കൊണ്ടാണ് മൾട്ടിപ്ലൈ ചെയ്യേണ്ടത്. ഈ ടേം മൈനസ് ആണ്, മൈനസ് കൊടുത്തു. ഇവിടെ ഒരു 6 ഉണ്ട്, ഇവിടെ 3 ഉണ്ട്. അപ്പൊ അത് എന്ത് വന്നു, -18 ആയിട്ട് മാറി. 18 e raised to 6x into sin 3x. ഓക്കെ, ഇനി ഈ ടേം പ്ലസ് ആയിട്ട് മാറും. ഇവിടെ 6 ഉണ്ട്, ഇവിടെ 6 ഉണ്ട്. ദാറ്റ് ഈസ് 36 ആയിട്ട് മാറും. 36 e raised to 6x cos 3x. ഓക്കെ, ഇത് നമുക്ക് മാക്സിമം സിംപ്ലിഫൈ ചെയ്യാം. ദാറ്റ് ഈസ് f ഡബിൾ ഡാഷ് സെക്കൻഡ് ഓർഡർ ഡെറിവേറ്റീവ് ഈസ് ഈക്വൽ ടു ഈ ടേംസും ഈ ടേംസും നോക്കാം. -9 e raised to 6x cos 3x പ്ലസ് 36 e raised to 6x cos 3x. ഇത് നോക്കി നിങ്ങളെ, ഇത് സെയിം അല്ല. ഇവിടെ -9 e raised to 6x cos 3x ഉം ഇവിടെ 36 e raised to 6x cos 3x ഉണ്ട്. അപ്പൊ ഇത് രണ്ടും കൂടി ആഡ് ചെയ്യുമ്പോ എന്ത് വരും, 27 വരും അല്ലെ. 27 e raised to 6x cos 3x എന്ന് വരും. ഇനി -18 e raised to 6x sin 3x -18 e raised to 6x sin 3x. അപ്പൊ അത് രണ്ടും കൂടി ആഡ് ചെയ്യുമ്പോ -36 e raised to 6x sin 3x. ഓക്കെ, ആൻസർ ആയി. ഇനി വേണമെങ്കിൽ ഒന്നുകൂടി നമുക്ക് സിംപ്ലിഫൈ ചെയ്യാം. രണ്ട് ടേമും കൂടി കോമൺ ആയിട്ട് നമുക്ക് ആരെ പുറത്താക്കാം, 9 e raised to 6x അങ്ങോട്ട് പുറത്താക്കാം. 9 e raised to 6x പുറത്താക്കിയാൽ ഇവിടെ ബാക്കി എന്താ വരിക, 3 cos 3x minus 4 sin 3x. ഇതായിരിക്കും തന്നിട്ടുള്ള ഈ ഫംഗ്ഷന്റെ സെക്കൻഡ് ഓർഡർ ഡെറിവേറ്റീവ്സ്. ബോർഡിൽ നമുക്ക് ക്ലാസ് എടുത്ത് കേട്ടതിന് ശേഷം നോട്ട് ബുക്കിലേക്ക് സ്വന്തമായിട്ട് എഴുതിയെടുക്കുക. ഡൗട്ട് ഉണ്ടെങ്കിൽ ചോദിക്കാം. ക്വസ്റ്റ്യൻ, ഇഫ് y ഈക്വൽ ടു സൈൻ ഓഫ് log x, ഒരു ഫംഗ്ഷൻ തന്നിട്ടുണ്ട് സൈൻ ഓഫ് log x, കോമ്പോസിറ്റ് ഫംഗ്ഷനാണ്. പ്രൂവ് ദാറ്റ്, പ്രൂവ് ചെയ്യാനുള്ള ക്വസ്റ്റ്യൻ, x square d square y by dx square plus x dy by dx plus y equal to 0 എന്ന് പ്രൂവ് ചെയ്യും. അപ്പൊ പ്രൂവ് ചെയ്യാനുള്ള ടേമിലേക്ക് നോക്കി മക്കളെ. x square d square y by dx square, d square y by dx square ഉണ്ട് എന്ന് പറഞ്ഞാൽ എന്താ, സെക്കൻഡ് ഓർഡർ ഡെറിവേറ്റീവ്സ് ഉണ്ട്. അപ്പൊ തന്നിട്ടുള്ള ഫംഗ്ഷൻ നമുക്ക് രണ്ട് പ്രാവശ്യം ഡിഫറൻഷിയേറ്റ് ചെയ്ത് x square second order d square y by dx square എന്ന് പറഞ്ഞാൽ സെക്കൻഡ് ഓർഡർ ഡെറിവേറ്റീവ്. That is x square into second order derivatives plus x into dy by dx എന്ന് പറഞ്ഞാൽ ഫസ്റ്റ് ഓർഡർ ഡെറിവേറ്റീവ്, അഥവാ x into ഫസ്റ്റ് ഓർഡർ ഡെറിവേറ്റീവ് പ്ലസ് y ഈക്വൽ ടു 0 എന്ന് നമുക്ക് പ്രൂവ് ചെയ്യണം. എനിവേ നമുക്കറിയാം ഇതിൽ ഈ പ്രൂവ് ചെയ്യാനുള്ള ടേംസിൽ സെക്കൻഡ് ഓർഡർ ഡെറിവേറ്റീവ്സ് വന്നിട്ടുണ്ട്. സോ ഫംഗ്ഷൻ രണ്ട് പ്രാവശ്യം ഡിഫറൻഷിയേറ്റ് ചെയ്യേണ്ടി വരും. അപ്പൊ നമ്മൾ ആദ്യം ഒരു പ്രാവശ്യം ഡിഫറൻഷിയേറ്റ് ചെയ്യാം. y ഈക്വൽ ടു സൈൻ ഓഫ് log x ന്റെ ഡെറിവേറ്റീവ് dy by dx ഈക്വൽ ടു സൈൻ ഓഫ് log x, കോമ്പോസിറ്റ് ഫംഗ്ഷൻ ആണ്. അപ്പൊ ഡെറിവേറ്റീവ് കാണാൻ വേണ്ടി നമുക്കറിയാം സൈൻ ഓഫ് log x ഇത് തൽക്കാലം എന്താക്കി എടുക്കുക, x ആക്കി എടുക്കാം. അപ്പൊ സൈൻ x, സൈൻ x ന്റെ ഡെറിവേറ്റീവ് എന്താ, cos x ആണ്. അപ്പൊ ഇവിടെ എന്താ വരും മക്കളെ, cos ഓഫ് log x ഇൻറ്റു അല്ല, cos ഓഫ് log x ഇവിടെ നിർത്താൻ പറ്റില്ല. x ന്റെ സ്ഥാനത്ത് ഏതാണോ ഫംഗ്ഷൻ അതിന് ഒരു പ്രാവശ്യം ഡിഫറൻഷിയേറ്റ് ചെയ്യേണ്ടി വരും. x ന്റെ സ്ഥാനത്ത് log x ആണ്, log x ന്റെ ഡെറിവേറ്റീവ് 1/x. അപ്പൊ dy by dx നമുക്ക് എന്താ കിട്ടിയത്, cos ഓഫ് log x ഇൻറ്റു 1/x. അപ്പൊ ഒരു പ്രാവശ്യം നമുക്ക് ഡിഫറൻഷിയേറ്റ് ചെയ്തിട്ടുള്ളൂ. നമുക്ക് രണ്ട് പ്രാവശ്യം ഡിഫറൻഷിയേറ്റ് ചെയ്യണം, എന്നാലും നമുക്ക് ആ പ്രൂവ് ചെയ്യേണ്ട ടേംസിൽ ഒരു ഭാഗമായിട്ട് മാറുള്ളൂ. അപ്പൊ ഒരു പ്രാവശ്യം ഡിഫറൻഷിയേറ്റ് ചെയ്യുന്നതിന് മുന്നേ നമ്മൾ സിംപ്ലിഫൈ ചെയ്യുക. അവിടെ ഒരു 1/x ഉണ്ട്, ആ 1/x ഇങ്ങോട്ട് കൂട്ടിക്കൊണ്ടുവരിക. അപ്പൊ അത് നോമിനേറ്ററിലേക്ക് കയറി വരും. ദാറ്റ് ഈസ് x ഇൻറ്റു dy by dx ഈക്വൽ ടു cos ഓഫ് log x എന്ന് കിട്ടി. ഓക്കെ, ഇനി രണ്ട് സൈഡിലും ഒരു പ്രാവശ്യം ഡിഫറൻഷിയേറ്റ് ചെയ്യാം. അപ്പൊ LHS നോക്കുക, x ഇൻറ്റു dy by dx ആണ്. ശ്രദ്ധിച്ചിരിക്കണം, x ഇൻറ്റു dy by dx എന്ന് പറഞ്ഞാൽ അതിനെ ഡിഫറൻഷിയേറ്റ് ചെയ്യണമെങ്കിൽ പ്രോഡക്റ്റ് റൂൾ അപ്ലൈ ചെയ്യേണ്ടി വരും. കാരണം എക്സും dy by x രണ്ട് ഫംഗ്ഷൻസ് ആണ്. അപ്പൊ പ്രോഡക്റ്റ് റൂൾ അപ്ലൈ ചെയ്യുമ്പോൾ എന്താ വരിക, ഫസ്റ്റ് ഫംഗ്ഷൻ ഇൻറ്റു ദാറ്റ് ഈസ് x ഇൻറ്റു ഡെറിവേറ്റീവ് ഓഫ് സെക്കൻഡ് ഫംഗ്ഷൻ എന്ന് പറയുന്നത് വരിക. ഡെറിവേറ്റീവ് ഓഫ് d by dx ഓഫ് സെക്കൻഡ് ഫംഗ്ഷൻ എന്താ, dy by dx.
ഡി ബൈ ഡി എക്സ് ഓഫ് ഡി വൈ ബൈ ഡി എക്സ് എന്താ ആക്ച്വലി ഇതെന്തായിട്ട് മാറും ഡി സ്ക്വയർ വൈ ബൈ ഡി എക്സ് സ്ക്വയർ എന്ന് പറഞ്ഞാൽ സെക്കൻഡ് ഓർഡർ ഡെറിവേറ്റീവ് ആയിട്ട് മാറി. അപ്പൊ ഫസ്റ്റ് ഇൻറ്റു എക്സ് ഇൻറ്റു ഡെറിവേറ്റീവ് ഓഫ് ഫസ്റ്റ് ഓർഡർ ഡി വൈ ബൈ ഡി എക്സ് എന്ന് പറഞ്ഞാൽ ഫസ്റ്റ് ഓർഡർ ഡെറിവേറ്റീവ്സ് ആണ്. അപ്പൊ ഡെറിവേറ്റീവ് ഓഫ് ഫസ്റ്റ് ഓർഡർ എന്ന് പറഞ്ഞാൽ അതെന്തായിട്ട് മാറി സെക്കൻഡ് ഓർഡർ ആയിട്ട് മാറി. ഓക്കെ, എക്സ് ഇൻറ്റു ഡി സ്ക്വയർ വൈ ബൈ ഡി എക്സ് സ്ക്വയർ ഫസ്റ്റ് ഇൻറ്റു ഡെറിവേറ്റീവ് ഓഫ് സെക്കൻഡ് പ്ലസ് സെക്കൻഡ് ആരാ ഡി വൈ ബൈ ഡി എക്സ് ഇൻറ്റു ഡെറിവേറ്റീവ് ഓഫ് ഫസ്റ്റ് എക്സിന്റെ ഡെറിവേറ്റീവ് എന്ന് പറഞ്ഞാൽ എന്താ 1 ആണ്. അപ്പൊ ഇടേണ്ട ഓപ്ഷൻ ഈക്വൽ ടു കോസ് ഓഫ് ലോഗ് എക്സ് നേരത്തെ പറഞ്ഞിരിക്കുന്നത് കോസ് എക്സ് ആണെങ്കിൽ മൈനസ് സൈൻ എക്സ് ദാറ്റ് ഈസ് മൈനസ് ഓഫ് ലോഗ് എക്സ് ഇൻറ്റു ലോഗ് എക്സിന്റെ ഡെറിവേറ്റീവ് 1 ബൈ എക്സ്. അപ്പൊ എക്സ് ഡി വൈ ബൈ ഡി എക്സിന്റെ ഡെറിവേറ്റീവ് ശ്രദ്ധിക്കണേ എക്സ് ഇൻറ്റു ഡി സ്ക്വയർ വൈ ബൈ ഡി എക്സ് സ്ക്വയർ പ്ലസ് ഡി വൈ ബൈ ഡി എക്സ് എന്ന് വരും. ഒന്നും കൂടി പറയാം, എക്സ് ഇൻറ്റു ഡി വൈ ബൈ ഡി എക്സിന്റെ ഡെറിവേറ്റീവ് ആണെങ്കിൽ പ്രോഡക്റ്റ് റൂൾ അപ്ലൈ ചെയ്യുക. ഫസ്റ്റ് ഫംഗ്ഷൻ എക്സ് ആക്കുന്നു, സെക്കൻഡ് ഫംഗ്ഷൻ ഡി വൈ ബൈ ഡി എക്സ് അഥവാ ഫസ്റ്റ് ഓർഡർ ഡെറിവേറ്റീവ് സെക്കൻഡ് ഫംഗ്ഷൻ ആക്കുന്നു. അപ്പൊ പ്രോഡക്റ്റ് റൂൾ പറയുന്നത് ഫസ്റ്റ് ഫംഗ്ഷൻ ഇൻറ്റു ഡെറിവേറ്റീവ് ഓഫ് ഡി വൈ ബൈ ഡി എക്സ്. ഡെറിവേറ്റീവ് ഓഫ് ഡി വൈ ബൈ ഡി എക്സ് എന്ന് പറഞ്ഞാൽ ഡെറിവേറ്റീവ് ഓഫ് ഫസ്റ്റ് ഓർഡർ ഡെറിവേറ്റീവ്. ഫസ്റ്റ് ഓർഡർ ഡെറിവേറ്റീവ്സിനെ ഒരു പ്രാവശ്യം ഡിഫറൻഷിയേറ്റ് ചെയ്താൽ സെക്കൻഡ് ഓർഡർ ആയിട്ട് മാറും. അതാണ് ഡി സ്ക്വയർ വൈ ബൈ ഡി എക്സ് സ്ക്വയർ. ഫസ്റ്റ് ഇൻറ്റു ഡെറിവേറ്റീവ് ഓഫ് സെക്കൻഡ് പ്ലസ് സെക്കൻഡ് ഡി വൈ ബൈ ഡി എക്സ് ഇൻറ്റു ഡെറിവേറ്റീവ് ഓഫ് ഫസ്റ്റ് 1 ആണ് വരിക. അപ്പൊ ഇങ്ങനെ കിട്ടും. അപ്പൊ നേരത്തെ പറഞ്ഞിരിക്കുന്ന ഇവിടെ ഒരു 1 ബൈ എക്സ് ഉണ്ട്, അതിനെ ഇങ്ങോട്ട് കൊണ്ടുവരണം. നേരത്തെ കൊടുന്നപ്പോ ഇവിടെ ഒറ്റ ടേംസ് മാത്രമേ ഉള്ളൂ എൽ എച്ച് എസിൽ. അപ്പൊ ആ എക്സ് ആ ടേംസിന് മാത്രം കൊടുത്താൽ മതി. ഇവിടെ ഒറ്റ ടേംസ് അല്ല, 2 ടേംസ് ഉണ്ട്. ഇത് ഫസ്റ്റ് ടേം ഡി വൈ ബൈ ഡി എക്സ് സെക്കൻഡ് ടേം. അപ്പൊ ഈ എക്സിനെ 1 ബൈ എക്സിന് ഇങ്ങോട്ട് കൊണ്ടുവരുമ്പോ ആ 2 ടേമിനും കിട്ടും. ക്ലിയർ ആണല്ലോ. ഫസ്റ്റ് ടേം അപ്പൊ എന്തായിട്ട് മാറും എക്സ് ഇവിടെ ഓൾറെഡി ഉണ്ട്, ആ വരുന്ന എക്സ് കൂടി കൂട്ടുമ്പോ അത് എക്സ് സ്ക്വയർ ആയിട്ട് മാറും. ദാറ്റ് ഈസ് എക്സ് സ്ക്വയർ ഡി സ്ക്വയർ വൈ ബൈ ഡി എക്സ് സ്ക്വയർ പ്ലസ് ഇവിടെ എന്തായിട്ട് മാറും എക്സ് ഡി വൈ ബൈ ഡി എക്സ് ഈക്വൽ ടു മൈനസ് സൈൻ ഓഫ് ലോഗ് എക്സ് ആയിട്ട് മാറും. 1 ബൈ എക്സിന് എക്സ് ഇങ്ങോട്ട് കൊടുത്തിട്ടുണ്ട്. ദാറ്റ് ഈസ് എക്സ് സ്ക്വയർ ഡി സ്ക്വയർ വൈ ബൈ ഡി എക്സ് സ്ക്വയർ പ്ലസ് എക്സ് ഡി വൈ ബൈ ഡി എക്സ്. ഇത് അതേപോലെ തന്നെ എഴുതി മൈനസ് സൈൻ ഓഫ് ലോഗ് എക്സ്. നമുക്കറിയാം സൈൻ ഓഫ് ലോഗ് എക്സ് എന്താ സാധനം വൈ ആണ്, ക്വസ്റ്റ്യനിൽ തന്ന സാധനം. അപ്പൊ ഇതെന്താണ് നമുക്ക് മൈനസ് വൈ എഴുതാൻ പറ്റും. ഓക്കെ, അപ്പൊ നമുക്ക് എന്തെങ്കിലും അടുത്ത സ്റ്റെപ്പിൽ ഈ മൈനസ് വൈ ഇങ്ങോട്ട് കൂട്ടിക്കൊണ്ടുവരാം. അപ്പൊ നോക്കി ആൻസർ ആയില്ലേ എക്സ് സ്ക്വയർ ഡി സ്ക്വയർ വൈ ബൈ ഡി എക്സ് സ്ക്വയർ പ്ലസ് എക്സ് ഡി വൈ ബൈ ഡി എക്സ് പ്ലസ് വൈ ഈക്വൽ ടു 0. അതല്ലേ പ്രൂവ് ചെയ്യേണ്ടത്. ഇമ്പോർട്ടന്റ് ക്വസ്റ്റ്യൻ ആണ്, എഴുതി പഠിക്കാം. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ ഇതേപോലത്തെ 2-3 ക്വസ്റ്റ്യൻസിനും കൂടി ഉണ്ട്, അത് നമുക്ക് ചെയ്ത് നോക്കാം. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ y ഈക്വൽ ടു സൈൻ ഇൻവേഴ്സ് എക്സ്. y ഈക്വൽ ടു ഫംഗ്ഷൻ തന്നിട്ടുണ്ട് സൈൻ ഇൻവേഴ്സ് എക്സ്. പ്രൂവ് ചെയ്യാനുള്ള ക്വസ്റ്റ്യൻ തന്നെയാണ്. പ്രൂവ് ദാറ്റ് 1 മൈനസ് എക്സ് സ്ക്വയർ ഇൻറ്റു y2 മൈനസ് എക്സ് y1 ഈക്വൽ ടു 0 എന്ന് പ്രൂവ് ചെയ്യണം. ഫംഗ്ഷൻ തന്നിട്ട് y ഈക്വൽ ടു സൈൻ ഇൻവേഴ്സ് എക്സ്. എന്താ പ്രൂവ് ചെയ്യേണ്ടത് 1 മൈനസ് എക്സ് സ്ക്വയർ ഇൻറ്റു y2 മൈനസ് എക്സ് y1 ഈക്വൽ ടു 0 എന്ന് പ്രൂവ് ചെയ്യണം. അവിടെ നോക്കി മക്കളെ പ്രൂവ് ചെയ്യാനുള്ളതിൽ y2 ഉണ്ട്. y2 എന്ന് പറഞ്ഞാൽ എന്താ സെക്കൻഡ് ഓർഡർ ഡെറിവേറ്റീവ്സ് അഥവാ ഡി സ്ക്വയർ വൈ ബൈ ഡി എക്സ് സ്ക്വയറിന്റെ മറ്റൊരു ഫോം ആണ് y2, മറ്റൊരു നൊട്ടേഷൻ ആണ്. അപ്പൊ ഈ തന്നുള്ള ഫംഗ്ഷൻ നമ്മൾ 2 പ്രാവശ്യം ഡിഫറൻഷിയേറ്റ് ചെയ്യേണ്ടി വരും. അപ്പൊ ഇനിവേ y ഈക്വൽ ടു സൈൻ ഇൻവേഴ്സ് എക്സിന് വിത്ത് റെസ്പെക്ട് ടു എക്സ് 2 സൈഡ് ഡിഫറൻഷിയേറ്റ് ചെയ്യാം. y നെ ഡെറിവേറ്റീവ് ചെയ്താൽ നമുക്ക് y1 y1 എഴുതാനുള്ള കാരണം ഇവിടെ തന്നിട്ടുണ്ട് y1 y2 ആ ഒരു നൊട്ടേഷൻ ആണ് നമ്മൾ ഉപയോഗിച്ചിട്ടുള്ളത് നമുക്ക് പ്രൂവ് ചെയ്യേണ്ട ടേമില്. അപ്പൊ ഇവിടെ നമ്മൾ അങ്ങനെ ഉപയോഗിക്കാം. y എന്ന ഫംഗ്ഷൻ ഡെറിവേറ്റീവ് y1 അഥവാ dy by dx ഒക്കെ സെയിം ആണ്. y1 ഈക്വൽ ടു സൈൻ ഇൻവേഴ്സ് x ന്റെ ഡെറിവേറ്റീവ് 1 by root of 1 minus x square അല്ലേ. y ഈക്വൽ ടു സൈൻ ഇൻവേഴ്സ് x ന്റെ ഡെറിവേറ്റീവ് y1 ഈക്വൽ ടു 1 by root of 1 minus x square. ജസ്റ്റ് ശ്രദ്ധിച്ചിരിക്കണേ, മൈക്കിനെ ചെയ്ത് പഠിക്കുക. ഇതിനെ എങ്ങോട്ട് ക്രോസ് മൾട്ടിപ്ലൈ ചെയ്യുന്നു. ദാറ്റ് ഈസ് റൂട്ട് ഓഫ് 1 minus x square y1 ഈക്വൽ ടു 1 എന്ന് വരും. റൂട്ട് ഓഫ് 1 minus x square y1 ഈക്വൽ ടു 1. ഇത് നമ്മൾ എന്ത് ചെയ്യാം, ഈ റൂട്ട് ഒഴിവാക്കാൻ വേണ്ടി സ്ക്വയർ ചെയ്യുക. സ്ക്വയറിംഗ് ഇവിടെ നോക്കാം. ഇത് കഴിഞ്ഞിട്ട് നമ്മൾ ഇവിടെ എഴുതിയിട്ടുണ്ട് സ്ക്വയറിംഗ്. 2 സൈഡ് സ്ക്വയർ ചെയ്യുന്നു. 2 സ്ക്വയർ നമുക്കറിയാം ഇത് a ഇൻറ്റു ബി ആണ്. a ഇൻറ്റു ബിനെ സ്ക്വയർ ചെയ്യുമ്പോൾ a സ്ക്വയർ ബി സ്ക്വയർ ആണ്. അപ്പൊ അങ്ങനെ ചെയ്യുമ്പോൾ എന്ത് വരും, ഫസ്റ്റ് റൂട്ട് ഓഫ് 1 minus x സ്ക്വയറിനെ സ്ക്വയർ ചെയ്യുമ്പോൾ അത് 1 minus x സ്ക്വയർ ആയിട്ട് മാറും, റൂട്ട് പോകും. ദെൻ y1 നെ സ്ക്വയർ ചെയ്യുമ്പോൾ അത് y1 സ്ക്വയർ ഈക്വൽ ടു RHS 1 ആണ്. 1 ന്റെ സ്ക്വയർ എന്ന് പറഞ്ഞാൽ 1 തന്നെ. ഇത് നമ്മൾ വീണ്ടും എന്ത് ചെയ്യണം, വിത്ത് റെസ്പെക്ട് ടു എക്സ് ആയിട്ട് ഡിഫറൻഷിയേറ്റ് ചെയ്യുക. വിത്ത് റെസ്പെക്ട് ടു എക്സ് ആയിട്ട് ഡിഫറൻഷിയേറ്റ് ചെയ്യുക. LHS 1 minus x സ്ക്വയർ ഇൻറ്റു y1 സ്ക്വയർ ആണ്. ശ്രദ്ധിച്ചിരിക്കുക,
അഥവാ രണ്ട് ഫംഗ്ഷൻ ആണ്. ഫസ്റ്റ് ഫംഗ്ഷൻ 1 മൈനസ് എസ് സ്ക്വയറും സെക്കൻഡ് ഫംഗ്ഷൻ y1 സ്ക്വയറും. അപ്പൊ ഏത് റൂൾ വെച്ച് ചെയ്യാ? പ്രോഡക്റ്റ് റൂൾ വെച്ച് ചെയ്യാണ്. 1 മൈനസ് എസ് സ്ക്വയർ ഇൻറ്റു y1 സ്ക്വയറിന്റെ ഡെറിവേറ്റീവ്സ് 1 മൈനസ് എസ് സ്ക്വയർ ഫസ്റ്റ് ഫംഗ്ഷൻ y1 സ്ക്വയർ സെക്കൻഡ് ഫംഗ്ഷൻ ആക്കി നമ്മൾ പ്രോഡക്റ്റ് റൂൾ ചെയ്യാണ്. പ്രോഡക്റ്റ് റൂൾ പറയുന്നത് ഫസ്റ്റ് ഫംഗ്ഷൻ ഇൻറ്റു ദാറ്റ് ഈസ് 1 മൈനസ് എസ് സ്ക്വയർ ഇൻറ്റു ഡെറിവേറ്റീവ് ഓഫ് സെക്കൻഡ് y1 സ്ക്വയറിന്റെ ഡെറിവേറ്റീവ്. y1 സ്ക്വയർ ഡെറിവേറ്റീവ് y1 സ്ക്വയർ എന്ന് പറഞ്ഞ മീനിങ് എന്താ? ഫസ്റ്റ് ഓർഡർ ഡെറിവേറ്റീവ്. ഫസ്റ്റ് y1 എന്ന് പറഞ്ഞാൽ ഫസ്റ്റ് ഓർഡർ ഡെറിവേറ്റീവ് അതിന്റെ സ്ക്വയർ ആണ്. അപ്പൊ y1 സ്ക്വയറിന്റെ ഡെറിവേറ്റീവ് എന്ന് പറഞ്ഞാൽ ആദ്യം ആ സ്ക്വയറിന്റെ ഡെറിവേറ്റീവ് ചെയ്യാം. x സ്ക്വയറിന്റെ ഡെറിവേറ്റീവ് എന്താണ്? 2x. അപ്പൊ y1 സ്ക്വയറിന്റെ ഡെറിവേറ്റീവ് എന്ന് പറഞ്ഞാൽ 2y1. അവിടെ നിർത്താൻ പറ്റുമോ? ഇല്ല. എക്സിന്റെ സ്ഥാനത്ത് ഏതാണോ ഫംഗ്ഷൻ അതിന് ഒരു പ്രാവശ്യം കൂടി ഡിഫറൻഷിയേറ്റ് ചെയ്യേണ്ടി വരും. എക്സിന്റെ സ്ഥാനത്ത് ഇവിടെ y1 ആണ്. y1 എന്ന് പറഞ്ഞാൽ ഫസ്റ്റ് ഓർഡർ ഡെറിവേറ്റീവ്സ്. അതിന് ഒരു പ്രാവശ്യം കൂടി ഡിഫറൻഷിയേറ്റ് ചെയ്യുമ്പോൾ ദാറ്റ് ഈസ് d by dx ഓഫ് y1 അതെന്തായിട്ട് മാറും? y2 ആയിട്ട് മാറും. എന്ന് പറഞ്ഞാൽ സെക്കൻഡ് ഓർഡർ ഡെറിവേറ്റീവ് വരും. ഫസ്റ്റ് ഇൻറ്റു ഡെറിവേറ്റീവ് ഓഫ് സെക്കൻഡ് പ്ലസ് സെക്കൻഡ് ഫംഗ്ഷൻ ദാറ്റ് ഈസ് y1 സ്ക്വയർ അല്ലെ ഇൻറ്റു ഡെറിവേറ്റീവ് ഓഫ് ഫസ്റ്റ് 1 മൈനസ് എസ് സ്ക്വയർ ഡെറിവേറ്റീവ് 1 ഡെറിവേറ്റീവ് 0 മൈനസ് എസ് സ്ക്വയർ ഡെറിവേറ്റീവ് മൈനസ് 2x ഈക്വൽ ടു 1 ഡെറിവേറ്റീവ് 0. ഡൗട്ട് ഉണ്ടെങ്കിൽ ഒന്നുകൂടി പറയാം. 1 മൈനസ് എസ് സ്ക്വയർ y1 സ്ക്വയർ ഈക്വൽ ടു 1 ആണ് ഫംഗ്ഷൻ. അതിന്റെ ഡെറിവേറ്റീവ് കാണാൻ LHS നമ്മൾ പ്രോഡക്റ്റ് റൂൾ അപ്ലൈ ചെയ്യാണ്. 1 മൈനസ് എസ് സ്ക്വയർ ഫസ്റ്റ് ഫംഗ്ഷനും y1 സ്ക്വയർ സെക്കൻഡ് ഫംഗ്ഷനും ആക്കി എടുക്കാം. ദാറ്റ് ഈസ് ഫസ്റ്റ് ഫംഗ്ഷൻ 1 മൈനസ് എസ് സ്ക്വയർ ഇൻറ്റു ഡെറിവേറ്റീവ് ഓഫ് സെക്കൻഡ് y1 സ്ക്വയറിന്റെ ഡെറിവേറ്റീവ് ആദ്യം ആ സ്ക്വയറിനെ ഡിഫറൻഷിയേറ്റ് ചെയ്യുക. അപ്പൊ 2x സ്ക്വയർ ആണെങ്കിൽ 2x ഇവിടെ y1 സ്ക്വയർ ആണ്. അപ്പൊ 2y1 വീണ്ടും ആ y1 നെ ഡിഫറൻഷിയേറ്റ് ചെയ്യുക. y1 എന്ന് പറഞ്ഞാൽ d by dx ഓഫ് y1 എന്ന് പറഞ്ഞാൽ ഫസ്റ്റ് ഓർഡർ ഡെറിവേറ്റീവിനെ ഒരു പ്രാവശ്യം കൂടി വിത്ത് റെസ്പെക്ട് ടു x ആയിട്ട് ഡിഫറൻഷിയേറ്റ് ചെയ്യുമ്പോൾ നമുക്ക് സെക്കൻഡ് ഓർഡർ ഡെറിവേറ്റീവ്സ് കിട്ടും. ഇത് ആക്ച്വലി സാധനം d by dx ഓഫ് dy by dx അഥവാ d സ്ക്വയർ y by dx സ്ക്വയർ കിട്ടും. അതാണ് y2. ഓക്കെ. അപ്പൊ ഫസ്റ്റ് ഇൻറ്റു ഡെറിവേറ്റീവ് ഓഫ് സെക്കൻഡ് പ്ലസ് സെക്കൻഡ് y1 സ്ക്വയർ ഇൻറ്റു ഡെറിവേറ്റീവ് ഓഫ് ഫസ്റ്റ് 1 മൈനസ് എസ് സ്ക്വയറിന്റെ ഡെറിവേറ്റീവ് മൈനസ് 2x ഈക്വൽ ടു 0. എന്നൊക്കെ നോക്കി നിങ്ങള്. അപ്പൊ ബാക്കി വന്നത് 1 മൈനസ് എസ് സ്ക്വയർ 2y1 y2 പ്ലസ് ഈ ടേം മൈനസ് ആയിട്ട് മാറും. മൈനസ് 2x y1 സ്ക്വയർ ഈക്വൽ ടു 0 ഇങ്ങനെ. ഇനി ഈ രണ്ട് ടേംസിൽ കോമൺ ആയിട്ട് ആരുണ്ട്? രണ്ട് ടേംസ് ആണ്. രണ്ട് ടേംസിൽ കോമൺ ആയിട്ട് 2y1 ഉണ്ട്. ആ 2y1 അങ്ങോട്ട് ഔട്ട് ചെയ്യാം. 2y1 ഔട്ട് ചെയ്താൽ ബാക്കി എന്താ വരെ പറയും? 1 മൈനസ് എസ് സ്ക്വയർ 2നും y1 നമ്മൾ ഔട്ട് ചെയ്തു. ബാക്കി വരെ ഇവിടെ y2 എന്ന് വരും. മൈനസ് 2നും x2നെ നമ്മൾ ഔട്ട് ചെയ്തിട്ടുണ്ട്. അവിടെ ബാക്കി വരെ 2x അല്ല സോറി 2നെ നമ്മൾ ഔട്ട് ചെയ്തിട്ടുണ്ടല്ലോ. അപ്പൊ 2 എഴുതേണ്ട ആവശ്യമില്ല. ബാക്കിയോടെ x y1 സ്ക്വയറിന് ഒരു y1 നമ്മൾ ഔട്ട് ചെയ്തിട്ടുണ്ട്. ബാക്കിയോടെ y1 എന്ന് വരും ഈക്വൽ ടു 0. ഇത് നമ്മൾ 2y1 ഇവിടെ ഇൻറ്റു ആണ്. അത് നേരെ ഇപ്പുറത്തേക്ക് കൊണ്ടുപോകുമ്പോൾ അത് എന്തായിട്ട് മാറും? y ആയിട്ട് മാറും. ദാറ്റ് ഈസ് 1 മൈനസ് എക്സ് സ്ക്വയർ y2 മൈനസ് എക്സ് y1 ഈക്വൽ ടു 0 by 2y1. 0 by 2y1 എന്ന് പറഞ്ഞാൽ 0 തന്നെയാണ്. അപ്പൊ നമുക്ക് ഇങ്ങനെ കിട്ടി 1 മൈനസ് എക്സ് സ്ക്വയർ y2 മൈനസ് എക്സ് y1 ഈക്വൽ ടു 0. തന്നെയല്ലേ നമുക്ക് പ്രൂവ് ചെയ്യേണ്ടത്? 1 മൈനസ് എക്സ് സ്ക്വയർ y2 മൈനസ് എക്സ് y1 ഈക്വൽ ടു 0 ചെയ്ത് പഠിക്കാം. ഇമ്പോർട്ടന്റ് ക്വസ്റ്റ്യൻ ആണ്. ഓക്കെ, എക്സാമിന് ചോദിച്ചിട്ടുണ്ട് ഈ ക്വസ്റ്റ്യൻ. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ y equal to sin inverse x the whole square. Sin inverse x the whole square. Then prove that first question, രണ്ട് ക്വസ്റ്റ്യൻ ആയിട്ടാണ് നമുക്ക് തന്നിട്ടുണ്ട്. ഒരു ഫസ്റ്റ് ക്വസ്റ്റ്യൻ 1 മൈനസ് എക്സ് സ്ക്വയർ 1 മൈനസ് എക്സ് സ്ക്വയർ y1 സ്ക്വയർ ഈക്വൽ ടു 4y എന്ന് പ്രൂവ് ചെയ്യാം. 1 മൈനസ് എക്സ് സ്ക്വയർ y1 സ്ക്വയർ എന്ന് പറഞ്ഞാൽ ഫസ്റ്റ് ഓർഡർ ഡെറിവേറ്റീവ്സിന്റെ സ്ക്വയർ, അതാണ് y1 സ്ക്വയർ ഈക്വൽ ടു 4y എന്നും. രണ്ടാമത്തതിന്റെ സെക്കൻഡ് പാർട്ട് നമുക്ക് പ്രൂവ് ചെയ്യേണ്ടത് 1 മൈനസ് എക്സ് സ്ക്വയർ y2 1 മൈനസ് എക്സ് സ്ക്വയർ y2 മൈനസ് എക്സ് y1 ഈക്വൽ ടു 2 എന്നും പ്രൂവ് ചെയ്യാം. അപ്പോ ഫസ്റ്റ് നമുക്ക് പ്രൂവ് ചെയ്യുന്നത് ഫസ്റ്റ് ഓർഡർ ഡെറിവേറ്റീവ്സ് വെച്ചിട്ടുള്ളതാണ്. രണ്ടാമത്തെ ആവുമ്പോൾ y2 വരുന്നുണ്ട് എന്ന് പറഞ്ഞാൽ സെക്കൻഡ് ഓർഡർ ഡെറിവേറ്റീവ്സ് കാണേണ്ടി വരും. ഇനി നമ്മൾ ചെയ്യുക y ഈക്വൽ ടു സൈൻ വേസ് എക്സ്. ഇവിടെ നമ്മൾ എന്താ ഡിനോട്ട് ചെയ്യുന്നത് y1 വെച്ചിട്ട്, കാരണം
പ്രൂവ് ചെയ്യാനുള്ളത് y1 y2 ഒക്കെയാണ്. ഓക്കെ, അപ്പൊ y-ന്റെ ഡെറിവേറ്റീവ് y1, സൈൻ ഇൻവേഴ്സ് x ഹോൾ സ്ക്വയർ ഡെറിവേറ്റീവ് ഇവിടെ ആദ്യം പവറിന് ചെയ്യാം. x സ്ക്വയർ ആണെങ്കിൽ 2x, അപ്പൊ സൈൻ ഇൻവേഴ്സ് x ഹോൾ സ്ക്വയർ ഡെറിവേറ്റീവ് 2 സൈൻ ഇൻവേഴ്സ് x ഇൻറ്റു, അവിടെ നിർത്താൻ പറ്റില്ല, എക്സിന്റെ സ്ഥാനത്തുള്ള ഫംഗ്ഷൻ ഒരു പ്രാവശ്യം കൂടി ഡിഫറൻഷിയേറ്റ് ചെയ്യേണ്ടി വരും. സൈൻ ഇൻവേഴ്സ് x ഡെറിവേറ്റീവ് 1/√(1 - s²). കുഴപ്പമൊന്നുമില്ലല്ലോ. നേരത്തെ പറഞ്ഞിരിക്കുന്ന ഈ താഴെ ഫംഗ്ഷൻ നേരെ അപ്പുറത്തേക്ക് കൊണ്ടുപോകുന്നു. അപ്പൊ എന്താ കിട്ടുക നമുക്ക്? √(1 - s² = 2 സൈൻ ഇൻവേഴ്സ് x. സോറി √(1 - s² ഇൻറ്റു എന്ന് കൂടി ഉണ്ടാവും y1 = 2 സൈൻ ഇൻവേഴ്സ് x. ഇത് നമ്മൾ നോക്കാം. ഈ റൂട്ട് ഒഴിവാക്കാൻ വേണ്ടി നമ്മൾ എന്ത് ചെയ്യാം? രണ്ട് സൈഡിലും സ്ക്വയർ ചെയ്തിട്ട് സ്ഥല പരിമിത മൂലം ഇവിടെ എഴുതുകൊണ്ട് ഞാൻ സ്ക്വയറിംഗ് ബോത്ത് സൈഡ്. രണ്ട് സൈഡ് സ്ക്വയർ ചെയ്യുമ്പോൾ √(1 - s² ഇൻറ്റു y1 എന്തായിട്ട് മാറും? ഫസ്റ്റ് റൂട്ട് ക്യാൻസൽ ചെയ്ത് പോയിക്കോളും. സ്ക്വയർ ചെയ്യുമ്പോൾ അത് 1 - s² ആയിട്ട് മാറും. y1 സ്ക്വയർ y1 സ്ക്വയർ ആയിട്ട് മാറും = ഇനി RHS നോക്കാം. 2 സ്ക്വയർ എന്തായിട്ട് മാറും? 4. സൈൻ ഇൻവേഴ്സ് x സ്ക്വയർ സൈൻ ഇൻവേഴ്സ് x ദി ഹോൾ സ്ക്വയർ ആയിട്ട് മാറും. ഓക്കെ, ദാറ്റ് ഈസ് 1 - x² y1 സ്ക്വയർ = 4 സൈൻ ഇൻവേഴ്സ് x ഹോൾ സ്ക്വയർ എന്ന് പറഞ്ഞ എന്താ സാധനം? തന്നിട്ടുള്ള ക്വസ്റ്റ്യൻ അല്ലേ സൈൻ ഇൻവേഴ്സ് x ഹോൾ സ്ക്വയർ. അപ്പൊ അതിന്റെ സ്ഥാനത്ത് നമ്മൾ y എന്ന് കൊടുത്തു. അപ്പൊ ഫസ്റ്റത്തിന് ആൻസർ ആയിട്ടുണ്ടാവും. നോക്ക് നിങ്ങളെ, 1 - s² y1 സ്ക്വയർ = 4y. ഇതാണ് ഫസ്റ്റ് നമുക്ക് പ്രൂവ് ചെയ്യുന്നത്. രണ്ടാമത്തെ ആൻസർ കാണാൻ വേണ്ടി എന്ത് ചെയ്യാം? ഒന്നും കൂടി രണ്ട് സൈഡിലും വിത്ത് റെസ്പെക്ട് ടു x ആയിട്ടും ഡിഫറൻഷിയേറ്റ് ചെയ്യാം. ഡിഫറൻഷിയേറ്റ് അല്ല, രണ്ട് സൈഡിലും വിത്ത് റെസ്പെക്ട് ടു x ആയിട്ടും ഡിഫറൻഷിയേറ്റ് ചെയ്യാം. LHS 1 - s² y1 സ്ക്വയർ ആണ്. നമ്മൾ നേരത്തെ പറഞ്ഞ അതേ സാധനമാണ്. ഓടിച്ചൊന്നുകൂടി പറയാണ്. 1 - s² ഇൻറ്റു y1 സ്ക്വയറിനെ പ്രോഡക്റ്റ് റൂൾ വെച്ച് ചെയ്യുക. ഇത് ഫസ്റ്റ് ഫംഗ്ഷൻ ആക്കുക, y1 സ്ക്വയർ സെക്കൻഡ് ഫംഗ്ഷൻ ആക്കുക. പ്രോഡക്റ്റ് റൂൾ പറയുന്നത് ഫസ്റ്റ് ഫംഗ്ഷൻ 1 - s² ഇൻറ്റു ഡെറിവേറ്റീവ് ഓഫ് സെക്കൻഡ് y1 സ്ക്വയർ ഡെറിവേറ്റീവ് 2y1 y2 എന്ന് വരും. ഓക്കെ, നേരത്തെ പറഞ്ഞിട്ടുണ്ട്. ഫസ്റ്റ് ഇൻറ്റു ഡെറിവേറ്റീവ് ഓഫ് സെക്കൻഡ് പ്ലസ് സെക്കൻഡ് ഫംഗ്ഷൻ ദാറ്റ് ഈസ് y1 സ്ക്വയർ ഇൻറ്റു ഡെറിവേറ്റീവ് ഓഫ് ഫസ്റ്റ് 1 - s² ഡെറിവേറ്റീവ് എന്താ മക്കളെ? -2x. ഓക്കെ, = RHS 4y ആണ്. 4 കോൺസ്റ്റന്റ് പുറത്താക്കി y എന്ന ഫംഗ്ഷൻ വിത്ത് റെസ്പെക്ട് ടു x ആയിട്ട് ഡിഫറൻഷിയേറ്റ് ചെയ്താൽ നമുക്ക് എന്താ കിട്ടുക? dy/dx, അഥവാ ഇവിടെ അത് y1 എന്ന്. ഈ മക്കൾ നോക്കിക്കോട്ടാ, നമ്മൾ നേരത്തെ പറഞ്ഞിരിക്കുന്ന ഈ രണ്ട് ടേമിന് കോമൺ ആയിട്ട് ആര് വരും? 2y1 വരും. 2y1 ഔട്ട് ചെയ്തു. ഫസ്റ്റ് ടേം 1 - s² 2y1 y2 എന്ന് 2നെയും y1നെയും ഔട്ട് ചെയ്താൽ ബാക്കി വരിക 1 - s² y2 എന്ന് വരും. ഓക്കെ, ഇനി ഇവിടെ y1 സ്ക്വയർ -2x അതിന് മൈനസ് നമ്മൾ ഇട്ട് കൊടുത്തു. 2നെ പുറത്താക്കിയിട്ടുണ്ട്, ബാക്കി അവിടെ വരെ x വരും. y1 സ്ക്വയറിന് ഒരു y1നെ പുറത്താക്കിയിട്ടുണ്ട്, അവിടെ ബാക്കി y1 വരും = 4y1. നമ്മൾ നേരത്തെ ഇതിനെ എങ്ങോട്ട് കൊണ്ടുപോവുക? അപ്പൊ എന്തായാലും സംഭവിക്കാൻ നോക്കിക്കോളൂ. ബാക്കിയുള്ള ടേംസ് ഇവിടെ 1 - s² y2 മൈനസ് xy1 = 4y1/2y1. y1 അടിച്ചു പോയി. 4/2 എന്ന് പറഞ്ഞാൽ 2 എന്ന് വരും. ആൻസർ കിട്ടി നമുക്ക് 1 - s² y2 മൈനസ് xy1 = 2. ഇതാണ് പ്രൂവ് ചെയ്യേണ്ടത്. ഓക്കെ, ഇന്നത്തെ ക്ലാസ് മക്കളെ, ഇന്നത്തെ ക്ലാസ് ഞാൻ ഇവിടെ അവസാനിപ്പിക്കുകയാണ്. ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കുറച്ച് ക്വസ്റ്റ്യൻസ്, ഇതൊക്കെ എക്സാമിന് ചോദിച്ചിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ്, ചെയ്തു. ഇനിയും കുറച്ചുകൂടി ക്വസ്റ്റ്യൻസ് ഉണ്ട്. ആ ക്വസ്റ്റ്യൻ നമുക്ക് നാളെയും കൂടി എടുത്തുകൊണ്ട് ഈ ഭാഗം നമുക്ക് അവസാനിപ്പിക്കാം. ഓക്കെ, ക്ലാസ് ശ്രദ്ധാപൂർവം കേട്ട് നോട്ട് എഴുതിയെടുക്കുക. കുറച്ച് ഹോംവർക്ക് ഉണ്ട്, അത് ഈ പോർഷൻ കഴിഞ്ഞതിന് ശേഷം തരാം. ഡൗട്ടൊക്കെ ഉണ്ടെങ്കിൽ ചോദിച്ച് ക്ലിയർ ചെയ്യാം.